അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. തെരച്ചിലിനിടയിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ട കഥയാണ് ഇന്നലെ നമ്മൾ സംപ്രേഷണം ചെയ്തത് ഇടുക്കിയിൽ നിന്ന്. പക്ഷേ ഇന്നിപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്നൊരു വാർത്തയുണ്ട്. കണ്ണൂർ ചെറുപുഴ കാര്യങ്കോട് പുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു അപകടമുണ്ടായി. രക്ഷാപ്രവർത്തകരിൽ ഒരാൾ ബോട്ടിൽ നിന്ന് പുഴയിലേക്ക് വീണു. ചെറുപുഴയിൽ കാണാതായ രാജേഷിനായി തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് അപകടം. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വല്ലാതെ കുത്തി ഒഴുകുകയാണ്. ആ ഫൈബർ ബോട്ടിൽ നിന്ന് നേരെ അതിൽ തെറിച്ചങ്ങ് താഴെ പോയി. നോക്കി, അയ്യോ, രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. പിന്നീട് ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ബാക്കിയുള്ള ആളുകൾ അദ്ദേഹത്തെ പിടിച്ച് ഈ വള്ളത്തിൽ കയറ്റി. ബോട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവർ ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രാജേഷിന് ഇതുവരെയും കിട്ടിയിട്ടില്ല. രാജേഷിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകം ട്രെയിൻഡായിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇത് തുഴയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത്രയും വലിയ രീതിയിൽ പ്രളയമല്ലേ, വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടില്ലേ? ചെറുപുഴയിലെ ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ അയാൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ചേട്ടനൊക്കെ വെള്ളത്തിൽ പോയി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പിടിച്ചെടുത്തു. കാര്യം അത് സാധാരണ രീതിയിലൊന്നും ആ പുഴ ഇപ്പോൾ ഈ ഒഴുക്കിൽ മുറിച്ചു കടക്കാനൊന്നും പറ്റില്ല. അത്രയ്ക്ക് ശക്തമായ ഒഴുക്കാണ് പുഴയിലുള്ളത്, ചെറുപുഴയിലുള്ളത്. രാജേഷിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കുടുങ്ങിക്കിടന്ന വ്യക്തിയെ രക്ഷപ്പെടുത്തി മറുകരയിൽ എത്തിക്കുന്നതിനിടയിലാണ് രാജേഷ് അപകടത്തിൽപ്പെട്ടത്. ഒരു ആളെ രക്ഷിച്ചുകൊണ്ട് വരികയായിരുന്നു രാജേഷും സംഘവും. അതിനിടയിലാണ് ഒരാളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരികയായിരുന്നു ഇപ്പോൾ ഈ വെള്ളത്തിൽ പോയ ചേട്ടനടക്കമുള്ള സംഘം. രാജേഷിനുള്ള തെരച്ചിൽ അതിനിടയിൽ തുടരുന്നുണ്ട്. ഇതുവരെയും രാജേഷിനെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരുന്നതിനിടയിലാണ് വീണ്ടും ഈ അപകടമുണ്ടായത്. എന്തായാലും അർജുൻ കല്യാടുണ്ട് അവിടെ. അർജുൻ കല്യാട്, രാജേഷിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാജേഷ് രക്ഷപ്പെടുത്തിയ ഒരാൾ വന്ന് നമ്മളോട് പറയുന്നത് കേട്ടു. ഞാനങ്ങ് പോയാൽ മതിയായിരുന്നു, ആ മനുഷ്യന് ഇനി എത്രയോ ജീവിതം ബാക്കി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇട്ടിരുന്ന ജാക്കറ്റ് പോലും ഊരിക്കൊടുത്താണ് രാജേഷ് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ രാജേഷിന് ഇപ്പോൾ കാണാനില്ല. അതാണ് എല്ലാവർക്കും സങ്കടകരമായി മാറിയതും. രാജേഷിന് വേണ്ടിയുള്ള തെരച്ചിലിനിടയിലാണോ ഇപ്പോൾ രക്ഷാപ്രവർത്തന സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ വെള്ളത്തിൽ വീണത്? അർജുൻ, അരുൺ, അതെ. അതായത് ഈ രാജേഷ് ഏട്ടൻ ഈ തിരുവനന്തപുരം പെരിങ്ങമല സ്വദേശിയാണ്. ഈ കാര്യങ്കോട് പുഴയിൽ റിവർ റാഫ്റ്റിംഗ് നടക്കാറുണ്ട്. അപ്പോൾ ഈ റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടി അവിടെ എത്തിയിട്ടുള്ളതിൻ്റെ പരിശീലകനാണ് ഈ രാജേഷ് എന്ന് പറയുന്ന വ്യക്തി. ഇപ്പോൾ അരുൺ പറഞ്ഞല്ലോ, ഈ പറയുന്ന കുത്തിയൊലിച്ച് വരുന്ന കാര്യങ്കോട് പുഴയുടെ ദൃശ്യം അത് ഇന്നലത്തെ ദൃശ്യമാണ്. എന്നാൽ കഴിഞ്ഞ 2 ദിവസം മുൻപുള്ള ദൃശ്യമെന്ന് പറയുന്നത് ഇപ്പോഴുള്ള ജലനിരപ്പിൽ നിന്നും ഏകദേശം ഒരാൾ പൊക്കത്തിൽ കൂടി ഉയരത്തിൽ ഈ കാര്യങ്കോട് പുഴ ഒഴുകിയിരുന്നു. ആ സമയത്താണ് ഈ രാജേഷ് മറുകരയിലുണ്ടായിരുന്ന ഈ പുഴയുടെ ഒരു വശത്തു നിന്നും മറുകരയിലുണ്ടായിരുന്ന ബെന്നിച്ചേട്ടനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ പുഴയിലേക്ക് പോകുന്നത്. രാജേഷിനോടൊപ്പം അന്ന് 2 പേർ കൂടി ഉണ്ടായിരുന്നു. മറുകരയിലെത്തി ഈ ബെന്നിച്ചേട്ടനെ രക്ഷിച്ച് ഒരു കയറിൽ പിടിച്ച് തിരിച്ച് മറുകരയിൽ ബെന്നിച്ചേട്ടനെ സുരക്ഷിതമായി എത്തി. രാജേഷിനോടൊപ്പം ഉണ്ടായിരുന്ന 2 പേരും എത്തി. എന്നാൽ കരയിലേക്ക് കയറാൻ വേണ്ടി പോകുന്നതിൻ്റെ ഒരു 5 മീറ്റർ മുന്നിൽ വെച്ചാണ് ഈ രാജേഷ് ഒഴുക്കിൽപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഈ കയറ് വിട്ടുപോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ രാജേഷിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ കഴിഞ്ഞ 2 ദിവസവും വളരെ ഊർജിതമായി തന്നെ നടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സിൻ്റെയും മറ്റ് ടീമുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ രാജേഷിൻ്റെ സുഹൃത്തുക്കളായിരുന്ന റിവർ റാഫ്റ്റിംഗ് ജോലി ചെയ്യുന്ന ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകരൊക്കെയാണ് ആദ്യം തിരച്ചിലിന് ഇറങ്ങിയത്. എന്നാൽ പിന്നീട് ഫയർഫോഴ്സും മറ്റ് പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ആളുകളുമൊക്കെ ആ തിരച്ചിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ആ തിരച്ചിലിനിടയിലാണ് റിവർ റാഫ്റ്റിങ്ങിന്റെ ആളുകൾ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഒരാളിങ്ങനെ ഈ പുഴയിലേക്ക് വീണു പോകുന്നതും ഒരു അപകടം സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ പരിശീലനം ലഭിച്ച ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് ഈ ബോട്ടിലേക്ക് തിരികെ കയറാനും തിരികെ കയറ്റാനും ഒക്കെ കഴിഞ്ഞു. വലിയ അപകടമുണ്ടായില്ല, അല്ലെങ്കിൽ രാജേഷ് ചേട്ടന് സംഭവിച്ചതുപോലുള്ള ഒരു അപകടം ഉണ്ടായിട്ടില്ല എന്നത് വളരെയധികം ആശ്വാസകരമാണ്. പക്ഷെ എന്തായാലും പുഴയിലെ കുത്തൊഴുക്ക് അതുപോലെ തന്നെ തുടരുകയാണ്. അവിടെ തിരച്ചിലും അതീവ ദുഷ്കരമാണ്, വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നോക്കൂ, ഇത്രയും ദുഷ്കരമാണ് കേട്ടോ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. അതിനിടയിലാണ് ഒരു ചേട്ടൻ പുഴയിലേക്ക് തെന്നി വീഴുന്നത്.